മുന്നേ എത്തിയടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ അച്ഛ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 1 year ആയി അച്ഛ പോയിട്ട്. അപ്പം ഇവിടെ മൈസൂർക്കാണ് വരുന്നത് കേട്ടോ. അപ്പം ഇന്ന് രാത്രിയല്ല, നാളെ പുലർച്ചെ. ഇന്ന് രാത്രിയല്ലേ ലാൻഡ് ആവുന്നത്? നാളെ പുലർച്ചെ അല്ല, ഇന്ന് രാത്രി. എല്ലാം കിളി പോയി ഗൈസ്. ഇന്ന് രാത്രി 9:30 ലാൻഡ് ചെയ്യും കേട്ടോ ബാംഗ്ലൂർ എയർപോർട്ടിൽ. അപ്പൊ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാനും മമ്മിയും പാപ്പും കൂടെയാണ് പോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ വണ്ടി വരും. ഓൾമോസ്റ്റ് 6:15 വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മൾ എയർപോർട്ട് എത്തും. അപ്പൊ ഇനി നമുക്ക് പോകുന്ന വഴി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഇതാ നമ്മുടെ ക്യാബ് കറക്റ്റ് സമയത്ത് എത്തി. നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് തിരിച്ചു. നല്ല വെതർ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖത്ത് മറ്റേ ട്യൂബ് ലൈറ്റ് കത്തിയ പ്രകാശമാണ് ഗൈസ്. പിന്നെ നമ്മൾ ബാംഗ്ലൂർ എത്താറാവുമ്പോൾ കുറച്ച് മഴ പെയ്തു കേട്ടോ, ഒന്ന് ഡ്രിസിൽ ചെയ്തു, അത്രേ ഉള്ളൂ. ഹെവി റെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ടെർമിനൽ 2 ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് വരിക കേട്ടോ. ടെർമിനൽ 1 ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ആണ്. അപ്പോൾ ക്യാബ് ഡ്രൈവർ നമ്മളെ ടെർമിനൽ 2 ഡ്രോപ്പ് ചെയ്തിട്ട് ആള് പുറത്തു പോയി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പം നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അച്ഛൻ്റെ ഫ്ലൈറ്റ് വന്നിട്ട് 9:30 ലാൻഡ് ചെയ്തത്. നമ്മൾ കറക്റ്റ് സമയത്താണ് എത്തിയത്, നമ്മളും അച്ഛയും. അതായത് ഞങ്ങളും കറക്റ്റ് സമയത്ത് എയർപോർട്ട് എത്തി, അച്ഛയും പുറത്തിറങ്ങിയിട്ടോ. അപ്പം നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പം നെക്സ്റ്റ് അച്ഛ വരുന്ന ക്ലിപ്പാണ് നിങ്ങൾ കാണുന്നത്. എയർപോർട്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. നമ്മൾ എപ്പോൾ വന്നാലും എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്രാവശ്യം അതൊട്ടും വേണ്ടി വന്നില്ല. നമ്മൾ പോയി ഡയറക്റ്റ് ആളെ പിക്ക് ചെയ്യണു, നമ്മൾ തിരിച്ച് മൈസൂർ എത്തുന്നു. മുന്നേ എത്തിയടാ. അപ്പൊ ഇപ്രാവശ്യത്തെ അച്ഛടെ വരവ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ. വേറെ ആരും എനിക്ക് വീഡിയോസ് എടുത്ത് തരാനില്ല ഗൈസ്. ഞാൻ തന്നെ എല്ലാം എടുക്കണം. എല്ലാവരും സംസാരത്തിൽ ബിസിയാണ് കേട്ടോ. അപ്പൊ ഞാൻ തന്നെ വീഡിയോസ് എടുക്കണം, എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതാണ് എന്റെ ചാനലിന്റെ അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോന് ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുറത്തിറങ്ങിയപ്പം അവിടെ ഒരു ഫൗണ്ടെയിൻ കണ്ടു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തതാണ്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാബ് ഡ്രൈവറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പുള്ളി പുറത്ത് ഫുഡ് കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ ഒരു 10 minutes നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. കാരണം നമ്മൾ അപ്പം തന്നെ ആളെ വിളിക്കുന്നത് ശരിയല്ലല്ലോ. ആള് ഫുഡ് കഴിക്കാൻ പോയതല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 10 minute ശേഷം ആള് വന്നു, ക്യാബ് വന്നു. നമ്മളെല്ലാവരും നേരെ വണ്ടിയിൽ കയറി. നമ്മൾ ആരും രാത്രിയിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 11:30 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കെങ്കേരിയിലെ എംപറർ ലെഗസി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ പോയത് കേട്ടോ. പക്ഷേ ടു ബി ഫ്രാങ്ക് ഫുഡ് തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ചായ ഓർഡർ ചെയ്തു, പിന്നെ ദോശയാണ് ഓർഡർ ചെയ്ത്. കാരണം നമ്മൾ വരുന്ന വഴി എന്തെങ്കിലും കഴിച്ചിട്ട് വയറ് കേട് വരുത്തണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നോണൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഗീ റോസ്റ്റും ഉണ്ടായിരുന്നില്ല, മസാല ദോശ ഉണ്ടായിരുന്നു, സാധാ റോസ്റ്റും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും അമ്മയും അച്ഛയും സാധാ റോസ്റ്റും പാപ്പും മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അമ്മ പറയുന്നുണ്ടായിരുന്നു നല്ല ഉപ്പുണ്ട് മസാല ദോശയിൽ നിന്ന് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ നോക്കുകയാണ് എനിക്ക് തന്നത് മസാല ദോശ ആണോ എന്ന്. പക്ഷെ മസാല ദോശയല്ല, സാധാ ദോശ തന്നെയായിരുന്നു. നമ്മൾ ഫുഡിനെ അങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല. എന്നിരുന്നാൽ കൂടെ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങുകയാണല്ലോ. 200 രൂപ എന്തായിരുന്നു ദോശയ്ക്ക്. പക്ഷെ അതിന്റെ ഒട്ടും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ കഴിച്ചു, നേരെ മൈസൂർക്ക് തിരിച്ചു. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും ഒരുപാട് നല്ല വീഡിയോസ് ആയിട്ട് കാണാം. ടാറ്റാ.